എല്ലാവർക്കും നമസ്കാരം. മെന്റൽ ഹെൽത്ത് വെബിനാർ സീരീസിന്റെ 5th ഡേയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സെഷൻ നമ്മൾക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അതിനായി വൈഷ്ണവിയെ ക്ഷണിക്കും. പ്രാർത്ഥന തൻ പാതയിൽ വിരിയണം പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്ര എന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിൻ ധനം, ഈശ്വരനാണിൻ ബലം. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. താങ്ക് യു. ആദ്യത്തെ ദിവസം പ്രയോറിറ്റൈസിങ് മെന്റൽ ഹെൽത്ത്, അതിനു സംബന്ധിച്ച് നമുക്ക് വർഗീസ് പുതുശ്ശേരി അച്ഛനാണ് തുടങ്ങിയത്. രണ്ടാമത്തെ ദിവസം മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത്. ദാറ്റ് ഇസ് ഓൾസോ എന്തിനു കൊണ്ട് നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഗായത്രി മാം നമ്മളിലേക്ക് എത്തിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളില് മെന്റൽ ഹെൽത്ത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി, എങ്ങനെ കുഞ്ഞു കുട്ടികളിൽ നിന്ന് നമ്മൾക്ക് നെക്സ്റ്റ് ജനറേഷനെ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഇത് വളരെ ഒരു കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ട ഒരു തോട്ടാണ് നമുക്ക് തന്നു പോയിട്ടുള്ളത്. ഇന്ന് വെൽനെസ് ഇൻ വിസ്ഡം. വാട്ട് ഇസ് വിസ്ഡം? അറിവും തിരിച്ചറിവും സ്കൂളിൽ നിന്ന് മുതൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് പ്രചോദനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സൂം പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് പ്രചോദനയിലെ ഞങ്ങളുടെ മെമ്പേഴ്സിനെ ഉപയോഗിക്കാൻ പഠിപ്പിച്ച ഒരു ഗുരുവും കൂടെയാണ്. സന്തോഷത്തോടെ സിന്ധു ദീപകിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രോഗ്രാമും സക്സസ്ഫുൾ ആകുന്നത് പാർട്ടിസിപ്പൻസിന്റെ ഒരു ഇന്ററാക്ഷനും ഡിസ്കഷനും എല്ലാം കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഒരു ഭാഗമായി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു ഇൻസൈറ്റ് ഇംപൈബ് ചെയ്യാൻ വന്നതിൽ നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്യുന്നു. ആൻഡ് നൗ ഐ ഇൻവൈറ്റ് ആലിസ് മാം ടു ഇൻട്രൊഡ്യൂസ് ഒഫീഷ്യലി അവർ സിംഗർ. ആലിസ് മാം മ്യൂട്ടാണ്. താങ്ക് യു ഉഷ. ഇന്നത്തെ സ്പീക്കർ മിസ്സസ് സിന്ധു ദീപക്. ഉഷ പറഞ്ഞത് വളരെ ശരിയാണ്. ഒന്നും അറിയില്ലായിരുന്ന ഈ സൂമൊക്കെ പഠിപ്പിച്ചത് സിന്ധു ആണ്. അപ്പൊ സിന്ധു ഒരു ഗുരു തന്നെയാന്ന് പറയാം, അല്ലേ? അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത്, ദാറ്റ് ഈസ് വാട്ട് സ്കൂൾസ് മസ്റ്റ് ടീച്ച്. സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഈ ഏരിയയിൽ എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കേട്ടു കോൺഷ്യസ് പ്രഗ്നൻസി ആൻഡ് കോൺഷ്യസ് പാരന്റിങ്. അത് ഫസ്റ്റ് സ്കൂളാണ്, ഫസ്റ്റ് പോസിറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞു നമ്മുടെ ഷാജി സാറ്. ഇപ്പൊ ഇനി സെക്കൻഡ് പോസിറ്റീവ് സ്കൂൾ ആക്കേണ്ടത് നമ്മുടെ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെ, പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിന്നാൽ മാത്രമേ മെന്റൽ ഹെൽത്തും നിലനിൽക്കുള്ളൂ എന്ന് ഷാജി സാർ നമുക്ക് പറഞ്ഞു വെച്ചു. അപ്പൊ ഇത് സെക്കൻഡ് ആയിട്ട് ഇപ്പൊ സ്കൂൾ എന്ത് ചെയ്യാൻ പറ്റും? പേരൻസിന്റെ നില കഴിഞ്ഞു, സ്കൂൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രൊമോഷൻ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അത് സിന്ധുവിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് സിന്ധുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ സന്തോഷമുണ്ട്. ഷീസ് ആൻ അക്കാഡമിക് ആൻഡ് കരിയർ കൗൺസിലർ, സാപ്പ്, ABAP പ്രോഗ്രാമർ, മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ആൻഡ് ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം മുംബൈ. കൂടാതെ നിരവധി സർട്ടിഫിക്കറ്റ് കോഴ്സസ് ലൈക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസ് ഫ്രം IGNOU, then value education, cyber awareness,
graduate with a certificate of excellence from IC3 Institute's flagship program. At present, she is working passionately as a school counselor at the Charter School, Kochi. I welcome Sindhu to lead today's session. സ്നേഹത്തോടെ സന്തോഷത്തോടെ സിന്ധുവിനെ ക്ഷണിക്കുന്നു. Over to Sindhu. Thank you, Alice ma'am, and thank you, my dear Usha. I am really happy to be here. It's an honor to be taking this session also because today is International Teachers' Day. So it becomes even more special that I'm talking about something that is very close to my heart. I'm talking about how schools can help children. So, before I begin this session, I would like to ask everybody to type something in the chat screen. We don't want this to be like a session by just one person. This is going to be an interactive session. So, please type out in the chat screen about how are you feeling today. Meanwhile, I'll just share my screen as well. So, let's start with that. I would like to know how you're feeling today. ഉഷ ചാറ്റിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ പറയണേ, ജസ്റ്റ് ഇൻ കേസ് ഐ മിസ് ഔട്ട്. Okay. Relaxed. Good. Okay. Is my screen visible? Yes. Yeah, it's visible. My presentation. Yeah. It's visible. Okay. Feeling positive, feeling good. Eagerly waiting for this session with relaxed mind. I am fine. Great. I am feeling great. Awesome. Okay, so we had quite a few responses. Thank you very much for responding. And I could see that there are mostly positive responses that came in. But do we realize നമുക്ക് ഇപ്പൊ നമ്മുടെ ഇമോഷൻസിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആർ വെരി ടിപ്പിക്കൽ വേർഡ്സ്. ഫീലിംഗ് ഗ്രേറ്റ്, ഫീലിംഗ് ഗുഡ്, ഫീലിംഗ് പോസിറ്റീവ്, അങ്ങനെ ചില വാക്കുകൾ ഓക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഓക്കെ ഐ എം ലുക്കിംഗ് ഫോർവേഡോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ നമ്മൾ കുട്ടികളുടെ അടുത്ത് സാധാരണ ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് റിയാക്ഷൻ ഇസ് അവര് ഐ ആം ഫൈൻ, താങ്ക് യു. ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് സ്കൂളിലും നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആസ് എ സ്റ്റേറ്റ്മെന്റ് ഐ ആം സോ ആൻഡ് സോ, പേര് പറയാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഹൗ ആർ യു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് എപ്പോഴും ഐ ആം ഫൈൻ, താങ്ക് യു. ഇത് സാധാരണ നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് സ്കൂളിനകത്ത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവര് ഇമോഷൻസിന് എങ്ങനെ നെയിം ചെയ്യണം, ഹൗ ഡു യു നെയിം യുവർ ഇമോഷൻസ്, വെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് ടു ദം അബൌട്ട് that is when we realize the gap that schools have created. That is the first place where we have stopped identifying our emotions correctly. So now as adults it's easier for us. We can, at least we have a best friend or we have a family member with whom we might share what we are actually feeling. They might know the history and everything about our feelings. But is it like that in a school environment? That is something that we need to think about. So I know it's a little serious note on which I'm starting this, but I think this is because I believe that every person has the power to make a difference in somebody's life. And especially in this forum, I know I have my teachers, people who have taught me also, who are there in this forum. So when we have people who are working closely with children, not just in a school setting but otherwise also, we have to remember that we have that power to change our own future generation. As in, we have the power to change the future of this world. I think that is a better way of saying this. So with that, I would like to start this session, which is about what schools must teach for mental health of the students. And although this is about wellness and wisdom, I don't consider myself an expert on this topic. It's just that
I think I can share my thoughts with you because I work closely with children. I work in a school setting. I work with children who are right from their kindergarten age till grade 12. I work very closely with them because my school has a very small cohort. ചെറിയൊരു കമ്മ്യൂണിറ്റി പോലെ തന്നെയാണ് ഈ കുട്ടികളെ ഓരോ ഗ്രേഡ് പോകുമ്പോൾ വളരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ബീൻ 5 years for me in that school as a counselor, and before that also I was associated with the school because my son studies in that school. So because of that, I feel that I have a few things that I would like to share with you, which probably could be for the benefit, but this is more of a discussion. So at the end of it, I would like to hear your thoughts about this also. Okay. So with that, I am starting off with a quote. It is not enough to identify the problems we face. What truly matters is how we respond. And how do we respond? We need to focus on the solutions that empower us to overcome them. Now, in this quote itself, I have actually highlighted those words, which the keywords. So what this actually means is, I know that we are having this we are having the series of this session because of certain situations that has come, or there are every day there's something in the media, and in the previous session also it was said it's not just what the media puts out, it's about how you take it. We can all identify problems, but do we really come up with solutions? And if we do come up with solutions, do we really work on it? That is something that we need to think about. And how do we respond to these problems? Should we to empower someone? It's not about helping another person just tied over a problem. It's about helping them find their own strength by empowering them to overcome their problems. So at school, we can definitely do that. It's we don't just teach children, we empower children. That should be our agenda as a school. I'll start with some statistics and data as well. It is I've taken this from the UN websites, from the UNICEF data report, and also from the WHO. So it is not very nice to know, but yes, this is based on some study that they had done. So in 2019, it was estimated that 1 in 7 adolescents experience mental disorders. This is a UNICEF data report. And depression, anxiety, and behavioral disorders are among the leading causes of illness and disability among adolescents. Suicide is the 4th leading cause of death among 15 to 29-year-olds. This is a WHO report. 50% of all this mental illness begins by the age of 14. People who have worked closely or who have children at home, they would definitely be able to identify with what I am trying to say here. So the consequences of failing to address adolescent mental health conditions, they extend into the adulthood. I wouldn't want to take up a specific case here to talk about this, because we know that in and out we have seen, or we have known people in our own community or through the news where we have found young adults misbehaving or taking rash decisions, contemplating suicide and all those things. Now everything comes back to how they have had a childhood. I have always kind of believe that all your problems in adulthood, you can always retrace it back to your experiences in your childhood. And school is one place where most of us have majority of our memories. One interrupt chat box. Kindly convey the main ideas in Malayalam also, so that everybody can follow you, ma'am. Chat message on the key ideas. Okay. Yes, key ideas, definitely. I will do my best. എൻ്റെ മലയാളത്തിൽ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കണം. പക്ഷെ ഞാൻ മലയാളത്തിലും കൂടി പറയാൻ നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലീസ് അത് ചോദിക്കാൻ മടിക്കണ്ട. ഐ വിൽ ബി ഹാപ്പി ടു അഡ്രസ് ചെയ്യും. അതെ. Thank you so much for that comment. Okay.
സോ ബേസിക്കലി ഞാനിപ്പോ പറയാൻ വരുന്നത് നമ്മള് സ്കൂൾസിൽ ഇവരെ അക്കാഡമിക്സ് മാത്രം പഠിപ്പിച്ചിട്ടല്ല. ഇപ്പൊ പല സ്കൂൾസും ആ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ദേ ടോക്ക് അബൌട്ട് ലൈഫ് സ്കിൽസ്. ഈവൻ നമ്മുടെ CBSE-നകത്തും സബ്ജക്ട്സിനകത്ത് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ഇത് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ സ്കൂൾസ് അങ്ങനത്തെ ഒക്കെ ഇത് പ്രൊവിഷൻസ് ചെയ്ത് തരുന്നത്. പക്ഷെ സ്കൂളിനകത്ത് ലൈഫ് സ്കിൽസ് എന്തൊക്കെ നമുക്ക് പഠിപ്പിക്കാം, അത് എത്രത്തോളം നമുക്ക് പഠിപ്പിക്കാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതിൽ ഞാൻ ആക്ച്വലി കിൻഡർ ഗാർഡൻ തൊട്ട് ഞാൻ ലൈഫ് സ്കിൽ സെഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. സോ ഇറ്റ് ഈസ് പോസിബിൾ. ഇൻഫാക്ട് ഞങ്ങളുടെ സ്കൂൾ തന്നെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ അതിന്റെ ഇഗ്നൈറ്റ് പ്രോഗ്രാം എന്നാണ് വിളിക്കുന്നത്. സോ ഈ പ്രോഗ്രാമിനകത്ത് ഞങ്ങൾ ഗ്രേഡ് 1 തൊട്ട് ഗ്രേഡ് 12 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഓരോ ഏജും ഓരോ സ്റ്റേജിൽ അവർക്ക് വേണ്ട ലൈഫ് സ്കിൽസ് അതിനെ ഞങ്ങൾ ഒരു ക്ലാസ് റൂം സെഷൻസിന്റെ ത്രൂ, ആക്ടിവിറ്റീസിന്റെ ത്രൂ ആൻഡ് ഡിസ്കഷൻസിന്റെ ത്രൂ ആണ് ഞങ്ങൾ അത് ഡെലിവർ ചെയ്യണേ. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് ഓക്കെ ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം അവർ കേൾക്കുന്നുണ്ട്, എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ബട്ട് വെൻ യു ക്രിയേറ്റ് എ ഡിസ്കഷൻ ദാറ്റ് ഹാസ് എ വെരി ബിഗ് ഇമ്പാക്ട്. എന്ന് വെച്ചാൽ കുട്ടികളോട് ഇരുന്ന് നമ്മൾ അവർക്ക് എന്താണ് പറയാനുള്ളേ ഓരോ കാര്യത്തിനെ പറ്റിയെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഒരു ടോട്ടൽ ഡിഫറെന്റ് പിക്ചർ കാണുന്നത്. ഇതിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വെൻ ഐ വാസ് ഇൻ ഗ്രേഡ് 3, അതൊരു ഗ്രേഡ് 3യുടെ ക്ലാസ് റൂമാണ്. അപ്പോൾ ആ ക്ലാസ് റൂമിൽ ഞങ്ങളുടെ ഈ ഇങ്ങനത്തെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് സെഷൻസ് പോലത്തെ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബുക്കിനകത്ത് വാട്ട് വറീസ് യു, സിമ്പിൾ ഇത്ര തന്നെ, വാട്ട് ഈസ് വറിയിങ് യു അത് എഴുതിക്കോ, നിങ്ങൾ എത്ര വേണമെങ്കിലും എഴുതിക്കോ. പക്ഷെ ഇത് എഴുതാ ആൻഡ് നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരെ കാണിക്കണ്ടെങ്കിൽ കാണിക്കേണ്ട, എന്നെ കാണിക്കണ്ടെങ്കിലും കാണിക്കേണ്ട. പക്ഷെ ഇഫ് യു ആർ കംഫർട്ടബിൾ അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാം. വേണമെങ്കിൽ ആസ് ഇൻ എ ക്ലാസ് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്നുള്ളതായി. അപ്പോ ആ ഒരു അങ്ങനത്തെ ഒരു സെറ്റിംഗ് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ കുട്ടികൾ എഴുതുന്നുണ്ട്, കുറെ എഴുതുന്നുണ്ട്. ആദ്യമൊക്കെ മടിച്ചു, പക്ഷെ പിന്നീട് അവരെ കുറെയൊക്കെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിക്കണം, ഒരു 3rd സ്റ്റാൻഡേർഡ് കുട്ടി എന്ന് വെച്ചാൽ ഒരു 9 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് എന്തൊക്കെ ചിന്തകളായിരിക്കും. എന്റെ ഫ്രണ്ട് എന്നോട് മിണ്ടണില്ല, ഇല്ലെങ്കിൽ എന്നെ പപ്പ ലുലു കൊണ്ടുപോയില്ല, ഇല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു തന്നില്ല, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ചിന്തകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിന്ന് ഈ ഡിസ്കഷൻസിലേക്ക് വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ആ കുട്ടികള് ആ ലോക്ക്ഡൌൺ പീരിയഡില് ഫാമിലിയുടെ ഉള്ളിൽ അവർ കണ്ടിട്ടുള്ള കാര്യങ്ങളും അവരെ വറി ചെയ്യുന്നുണ്ട്. ബിറ്റ്വീൻ ദ പേരൻസ് ഉള്ള റിലേഷൻഷിപ്പ് നമ്മൾ എത്ര നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയാണ്, കുട്ടിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. കുട്ടികൾക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷെ അവർക്ക് അത് എങ്ങനെ അത് പറയണം എന്നോ ഇല്ലെങ്കിൽ അത് എന്താണെന്ന് അവർക്ക് അപ്പൊ ചിലപ്പോ അതിനെ കറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറയാൻ അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് ഇറ്റ് വാസ് ലൈക്ക് എൻ ഐ ഓപ്പണിംഗ് സെഷൻ ഫോർ മീ. അന്ന് ഞാനാണ് ആ ക്ലാസ്സിൽ ഞാൻ കുറെയൊക്കെ പഠിച്ചത്. ദാറ്റ് ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ഒരു 3rd സ്റ്റാൻഡേർഡിന്റെ കുട്ടിക്കും ഉള്ള പ്രശ്നങ്ങൾ, അവരുടെ ആ വറി ലിസ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം നമ്മളുടെ അഡൾട്ട്സിന്റെ ബിഹേവിയർ കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇൻ എ ക്ലാസ് റൂം അവർക്ക് ഇഫ് ദേ ആർ നോട്ട് ഫീലിംഗ് സെക്യൂർ, അത് ഒരിക്കലും അവർക്ക് അത് ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറയാൻ അറിയില്ല. അവർ പറയുന്നത് വേറെ വേറെ രീതികളിലാണ്. അവർ പറയായിരിക്കും എനിക്ക് സ്കൂളിൽ വരാൻ ഇഷ്ടമില്ല, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഇല്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള രീതികളിലാണ് അവർ പറയണത്. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് കുറച്ചും കൂടി അവരോട് അത് അന്വേഷിച്ച് അവർക്ക് ആ ഒരു കംഫർട്ട് സോൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന റീസൺസും അവർ കാണുന്ന കാര്യങ്ങൾ അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അത് കേട്ട് കഴിഞ്ഞാലാണ് നമ്മൾ അറിയുന്നത് ഇത് എത്രത്തോളം ആഴത്തിലാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ കൊള്ളുന്നത് എന്നുള്ളത്. അപ്പോ വെൻ വി ടോക്ക് അബൌട്ട് ലൈഫ് സ്കിൽസ്, നമ്മൾ അവരെ ഒരു കാര്യമാണ് സ്കൂളിനകത്ത് തന്നെ അവർക്ക് ആ ഒരു സ്പേസ് കിട്ടണം. അവരുടെ തോട്ട്സ് ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളും പറയാൻ വേണ്ടിയുള്ളത്. ആ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും ആ ഇമോഷൻസിന്റെ കറക്റ്റ് പേര് പറയാനുള്ള ആ ഒരു കഴിവ് നമുക്ക് സ്കൂളിൽ തന്നെ അത് പകർന്നു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവരുടെ ലൈഫ് സ്കിൽസിൽ മെയിൻ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ
എൻകറേജ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് അവർക്ക് അതും പറഞ്ഞു കൊടുക്കാം, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളത്. എന്തുകൊണ്ട് ഒരു അഡോളസെന്റ് ഒരു വൈ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആ ടോണോ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വെച്ചിട്ട് ചിലപ്പോ മിക്ക ആൾക്കാർ പറയും, ഓ അഡോളസൻസ് അവര് അറഗന്റ് ആണ്, അതുകൊണ്ടാണ് അവരങ്ങനെ. ഇല്ല, ഒരു ചെറിയ കുട്ടി വായി ചോദിച്ചു കഴിഞ്ഞാൽ പറയുമ്പോൾ ഈ കുട്ടി ഏത് നേരം വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക. അപ്പൊ വെറുതെ നമ്മള് ആ കുട്ടീനെ ഒന്നും മിണ്ടാതെ ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ ഈവൻ പേടിപ്പിച്ചിട്ട് നമ്മൾ ആ കുട്ടിയുടെ ആ വൈ ക്വസ്റ്റ്യൻസ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ദാറ്റ്സ് വെയർ നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, അവരുടെ നോളജ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവരെ ആ ഒരു വൈ ചോദിക്കാനും നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം ഇൻ എ സ്കൂൾ സെറ്റിംഗ്. അറ്റ് ദ സെയിം ടൈം ഇതിനെ എങ്ങനെ ചോദിക്കണം എന്നും കൂടി നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. we have to teach them to say no. ആ നോ പറയണ ഇതിനകത്ത് ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫാമിലി ഇൻസിഡന്റ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ എൻ്റെ മകന് എൻ്റെ അമ്മ കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരി എന്തോ വിളമ്പി പ്ലേറ്റില്. അവനത് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല, എന്നാലും അവനത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോ എൻ്റെ അമ്മ എന്താ കാണുന്നത്, ഓ മോൻ അത് കഴിച്ചു എന്ന് വെച്ചാൽ അവന് ഇഷ്ടപ്പെട്ടു, ഒന്നും കൂടി വിളമ്പി. അപ്പൊ അവൻ പറഞ്ഞു നോ, എനിക്ക് അത് ഇനി വേണ്ട എന്നായിരുന്നു. അപ്പൊ ഉടനെ അത് എൻ്റെ അച്ഛൻ ഇങ്ങനെ തോന്നി, അവൻ എന്താണ് ഫുഡിനോട് നോ പറയണേ, അത് ശരിയല്ല, നോ പറയാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞ ഉടനെ എൻ്റെ മോൻ പറഞ്ഞു, ഐ ഹാവ് എ റൈറ്റ് ടു സേ നോ, ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേൾക്കുന്ന ഒരു എൻ്റെ അച്ഛൻ ആദ്യം വിചാരിച്ചു ഇതെന്താ കുട്ടി അപ്പൊ ധിക്കരിച്ച് എന്തോ പറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു അത് കണ്ടത്. പക്ഷെ ഇത് ഇഫ് യു ബാക്ക് ട്രാക്ക്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആ സ്കൂളിനകത്ത് ആ കുട്ടികളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ദാറ്റ് ഇഫ് യു ഹാവ് എ നോ യു ഹാവ് ടു സേ ദാറ്റ് നോ. പക്ഷെ അത് പറയണ രീതികളും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഇംപൊലൈറ്റ് ആയിട്ടുള്ള ഒരു നോ എന്നല്ല പറഞ്ഞ അവിടെ. പക്ഷെ ചില കാര്യങ്ങളുണ്ട് വേർ യു ഹാവ് ടു സ്റ്റേൺലി സേ ദാറ്റ് നോ. ഇപ്പൊ കുട്ടി ഇപ്പൊ ഫുഡിനോട് നോ പറയണ കാര്യമല്ല ഞാൻ ഇവിടെ പറയാൻ നോക്കുന്നത്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് ഈവൻ ഒരു ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് സ്കൂളിനകത്ത്. അപ്പൊ ആ ടൈമിലും ഞങ്ങൾ കുട്ടികളോട് എപ്പോഴും പറയുന്നുണ്ട്, ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് നോ. അതിന് 3 സ്റ്റെപ്സ് ആണ്. നോ, ഗോ, ടെൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇഫ് യു എക്സ്പീരിയൻസ് എ ബാഡ് ടച്ച്, നമ്മൾ യു ഹാവ് ടു ഷൗട്ട് ഔട്ട് ദ നോ, യു ഹാവ് ടു ഗോ അവേ ഫ്രം ദാറ്റ് സ്പേസ്, യു ഹാവ് ടു ടെൽ സംബഡി എൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റെപ്സ് പറയുന്നുണ്ട്. പക്ഷെ അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സേയിങ് ദാറ്റ് നോ. പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവാറില്ല ദാറ്റ് ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരാള് നമ്മളോട് ചെയ്തത്, ഈവൻ ഇഫ് ദാറ്റ് ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നണോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ആ നോ പറയാനുള്ള പേടി ഇത് തുടങ്ങുന്നത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഡിസിപ്ലിന്റെ പേരിൽ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് നോ പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അവിടെ ആ ഒരു നോ പറയാനുള്ള ആ ഒരു ഗൈഡൻസും നമുക്ക് സ്കൂളിൽ തന്നെ അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒക്കെ സെഷൻസ് വെർ യു മേക്ക് ദം അവെയർ അബൌട്ട് സ്ട്രേഞ്ചർ ഡേഞ്ചർ, അബൌട്ട് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുടെ സെഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ വി ഹാവ് ടു ടീച്ച് ദം ഹൗ ടു സേ യുവർ നോസ് ആസ് വെൽ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ പവർ ഓഫ് യെറ്റ് എന്ന് പറയണത്. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ സാധാരണ ഒരു ഏജ് ഉണ്ട്, അവര് സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവർക്ക് സൈഡിലുള്ള ആ സപ്പോർട്ട് ഇത് വേണം. പക്ഷെ ആ ടൈമിൽ ചിലപ്പോ വേറെ കുറച്ച് കുട്ടികൾ ഉണ്ടാവും, അവര് പെട്ടെന്ന് അത് പഠിച്ചിട്ട് ആ സൈഡ് സപ്പോർട്ട് എല്ലാം മാറ്റി അവര് തന്നെ അവരുടെ ആ 2 വീലർ സൈക്കിൾ ഓടിച്ചിട്ട് അവർ പോകും. പക്ഷെ ഇതിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ സപ്പോർട്ടുള്ള കുട്ടിക്കുള്ള ആ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അതിനപ്പുറം അത് ചിലപ്പോ ആ പേടി കാരണം ആ കുട്ടി പിന്നെ അത് ചിലപ്പോ ശ്രമിക്കൂല, വീട്ടുകാരും ചിലപ്പോ അത് വിട്ടുകളയും. ഓക്കെ, കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു ലൈഫ് സ്കിൽസ് ആണ്. ആ കുട്ടിക്ക് ആ കാര്യം പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ ആ കുട്ടി മനസ്സിലാക്കേണ്ടത്, ഇഫ് ഐ ആം നോട്ട് ഡൂയിങ് സംതിങ് റൈറ്റ് നൗ, അത് ജസ്റ്റ് ഇപ്പോഴാണ് എന്നെ കൊണ്ട് അത് പറ്റാത്തത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഇത് നമുക്കും കൂടി അത് ബാധകമാണ്. ഇപ്പൊ ആലിസ് മാം കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ ലോക്ക്ഡൌൺ ടൈമിലാണ് സൂം പഠിച്ചത്. ഒരു നെസസിറ്റി വന്നപ്പോ നമ്മൾ എല്ലാവരും തയ്യാറെടുത്തു പഠിക്കാൻ വേണ്ടി. കുട്ടികളും പഠിച്ചു, വലിയവരും പഠിച്ചു. പക്ഷെ അത് ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് നമുക്ക് ആ ഒരു നെസസിറ്റി ഫീൽ ചെയ്തു. ആ ടൈമിൽ നമ്മൾ വിചാരിക്കണോ, ഇല്ല എനിക്കിപ്പോ ഇത്ര പ്രായമായി എനിക്കിത് പഠിക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു.
ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല. എവ്രിബഡി വിൽ അക്സെപ്റ്റ് ദാറ്റ് ഓക്കെ, ഈ ആൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമില്ല, അതോടെ അത് വിടും. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ഇപ്പോ ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, പക്ഷെ എനിക്ക് അത് പഠിക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ സ്കൂളിൽ തന്നെയാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അവർ ഓരോ ഗ്രേഡിൽ ചെല്ലുമ്പോൾ, അവർ ഓരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെ നമ്മൾ അതും ഓർമ്മപ്പെടുത്തണം. ഇത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഗ്രേഡിൽ അത് പറ്റണ്ടായിരുന്നില്ല, ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചെടുത്തു. ഇനി നെക്സ്റ്റ് ഇത് വരാൻ പോണ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ബട്ട് യു വിൽ ലേൺ ഇറ്റ്. അപ്പോ ഒരു കാര്യം, ഡു യു നോ ഹൗ ടു ഡു ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ് യെറ്റ്. ആ യെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ദാറ്റ് ടെൽസ് യു ദാറ്റ് യു ഹവ് പുട്ട് എ കോമ ദേർ, ഇറ്റ്സ് നോട്ട് എ ഫുൾ സ്റ്റോപ്പ്. യു വിൽ ലേൺ, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു പവർ ഓഫ് യെറ്റ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ആൻഡ് ബിലീവിങ് ദാറ്റ് ദേ ആർ ഇനഫ് എന്നുള്ളത് എന്ന് വെച്ചാൽ, ഇറ്റ്സ് ലൈക്ക്, ഞാൻ അങ്ങനെയല്ല പറയണത് ദാറ്റ് ഓക്കെ ഒരു കുട്ടിക്ക് ഇപ്പൊ കഴിവ് ഇത്രയാണെങ്കിൽ അത്ര മതി എന്ന് പറയുന്നതല്ല. ബട്ട് ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം, ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, ഇതൊക്കെയാണ് എന്റെ കഴിവുകൾ, എനിക്ക് ഇതൊക്കെ ഇനിയും പഠിക്കാം എന്നുള്ള ആ ഒരു ഇത് ഇത്ര ഉണ്ടായാൽ മതി. പക്ഷെ മറ്റാളെ പോലെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കമ്പാരിസൺ, അത് കുട്ടികളുടെ മനസ്സിൽ എവിടുന്നാ വരുന്നത്? നമ്മൾ വലിയൊരാരെങ്കിലും അത് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു തുടക്കവും വരുന്നത്. ആ കുട്ടി കണ്ട കമം നടന്നു, ഈ കുട്ടി കമം നടന്നില്ല, അവിടുന്നേ തുടങ്ങും കമ്പാരിസൺസ്. അപ്പൊ സ്കൂളിൽ വരുമ്പോ നിന്റെ ഫ്രണ്ടിന് എത്ര മാർക്ക് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് തോന്നും, അപ്പൊ എനിക്ക് കിട്ടിയത് പോരാ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നതും ആക്ച്വലി നമുക്ക് സ്കൂളിൽ അത് ഒഴിവാക്കാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സക്സസ് മാത്രം സെലിബ്രേറ്റ് ചെയ്യാതെ ഫെയിലിയേഴ്സിനെയും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. വി ഹാവ് ടു അക്സെപ്റ്റ്. എന്തുകൊണ്ട് ആ ഒരു ഫെയിലിയർ ഉണ്ടെങ്കിലാണ് അവിടുന്ന് ഒരു ന്യൂ ഡിസിഷൻ വരുന്നതോ ഇല്ലെങ്കിൽ ഒരു ന്യൂ വഴി നമുക്ക് കിട്ടുന്നതും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിപ്പോ ഒരു ഇതിൽ ഫെയിലായി. ഇതിൽ ഞാൻ എൻ്റെ തന്നെ ലൈഫ് എക്സാമ്പിൾ പറയാം. ഞാൻ എന്റെ ഇപ്പോ ഇത് ബയോ വായിച്ചപ്പോ അതിനകത്ത് എഞ്ചിനീയറിംഗ്, SAP, ABAP പ്രോഗ്രാമിംഗ് പലതും ഉണ്ടായിരുന്നു. MA സൈക്കോളജിയും അതിലുണ്ട്. അപ്പോ ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, എന്റെ ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള അവിടെയാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഫെയിൽ ആയത്. ഫസ്റ്റ് ടൈം ഒരു പേപ്പർ എഴുതിയിട്ട് ഫെയിൽ ആയത് എഞ്ചിനീയറിംഗ് തുടങ്ങിയപ്പോഴാണ്. അന്ന് വരെ എന്റെ ഒരു ധാരണ ഉണ്ട്, ഐ ആം എ ഗുഡ് ഗേൾ, ഐ കനോട്ട് ഫെയിൽ എനി എക്സാം. ഇത് എന്തുകൊണ്ട് വന്നു? ബിക്കോസ് ഐ ഹാവ് ഓൾവേസ് ബീൻ ടോൾഡ് ദാറ്റ് യു ആർ എ ഗുഡ് ഗേൾ, യു ക്യാൻ സ്റ്റഡി വെൽ, നിനക്ക് കഴിവുണ്ട്, യു കനോട്ട് ഫെയിൽ. ഇതാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷെ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ടൈം ഫെയിൽ ആയപ്പോ ദാറ്റ് വാസ് എ ഡെവാസ്റ്റേറ്റിംഗ് മൂമെന്റ് ഫോർ മീ. എന്ന് വെച്ചാൽ ആ ഒരു മൂമെന്റിൽ എനിക്ക് ഐ വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് ഞാൻ ഈ പേപ്പർ ഞാൻ പാസ് ആവാൻ പോകുന്നില്ല, ഞാൻ ഫെയിൽ ആണ് എന്നുള്ളത്. പിന്നീട് ഹൗ ഡു ഐ ഫേസ് മൈ ഫാമിലി എന്നുള്ളതായിരുന്നു. ഞാൻ എങ്ങനെ പറയും ഞാൻ ഒരു പേപ്പർ ഫെയിൽ ആയി എന്നുള്ളത്? ഇന്നിപ്പോ ഇത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വെൻ ഐ തിങ്ക് ഓഫ് ദാറ്റ്, ഐ ആം ഗ്ലാഡ് ഐ ഫെയിൽഡ്. എന്തുകൊണ്ട് ഞാൻ ഫെയിൽ ചെയ്തപ്പോഴാണ് ഞാൻ പഠിച്ചത് ദാറ്റ് ഫെയിൽ കഴിഞ്ഞിട്ട് ATKT എന്ന് പറയായിരുന്നു ഞങ്ങൾ അന്ന്. എന്ന് വെച്ചാൽ സപ്ലിമെന്റ് എഴുതുന്നത്. ദാറ്റ് വാസ് ഓൾവേസ് അറ്റംപ്റ്റ് ടു കീപ് ട്രൈങ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ ഫെയിൽ ആയി, യുവർ ലൈഫ് ഡസന്റ് എൻഡ് ദെയർ. യുവർ ലൈഫ് ഇസ് നോട്ട് അബൌട്ട് ദ എക്സാംസ് യു ടേക്ക്, ദർ ഇസ് മോർ ടു ദാറ്റ്. അപ്പോ ആ ഒരു ഫെയിലിയറിനെ അപ്പോ അത് വിചാരിച്ചിട്ട് ഞാൻ അഥവാ ആ ലൈൻ അവിടെ നിർത്തി, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വേറെ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ടുഡേ വെൻ ഐ തിങ്ക് വാട്ട് ഓൾ ഐ വുഡ് ഹാവ് മിസ്ഡ് ഔട്ട് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഐ ആം ഗ്ലാഡ് ഐ അക്സെപ്റ്റഡ് ദാറ്റ് ഫെയിലിയർ ആൻഡ് ഐ വർക്ക്ഡ് ഹാർഡ് ഓൺ ഇറ്റ്. ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ SAP ABAP പ്രോഗ്രാമിംഗിലേക്കും കയറി. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മോൻ ആക്ച്വലി അവന്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഇഗ്നൂലോട്ട് പോകുന്നത്. that was the moment when I was studying because I wanted to study. അപ്പോ വരെ ഞാൻ പഠിച്ചത് because I was supposed to study. ഈ വ്യത്യാസവും നമുക്ക് സ്കൂളിലാണ് പഠിപ്പിക്കാൻ പറ്റുക. നമുക്ക് കുട്ടികളെ ആ ഒരു റിയലൈസേഷൻ കൊടുക്കാൻ പറ്റും ദാറ്റ് നിങ്ങൾ ഇത് എന്തിനാ പഠിക്കുന്നേ എന്നുള്ളത്. ഇത് നമുക്ക് സ്കൂളിലാണ് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നത്. ആൻഡ് അവരെ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും എല്ലാരും ഒരേപോലെ പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ഒരു കുട്ടിക്ക് ഫിസിക്സ് ഇഷ്ടമാണെങ്കിൽ മറ്റേ കുട്ടിക്ക് ആർട്ട് ആയിരിക്കും. അത് അവരുടെ കഴിവും അവരുടെ ഇഷ്ടങ്ങളാണ്. അതിന് നമുക്ക് സ്കൂളിൽ തന്നെ അതിനെ എന്താ പറയാ, അതിന് ഒരു
നമ്മൾ പ്രോത്സാഹിപ്പിക്കാന്ന് മാത്രമല്ല അതിന്റെ ഇന്റർ കണക്ടിവിറ്റിയും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ഫിസിക്സും സൗണ്ട് മ്യൂസിക്കും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്ക് സൗണ്ട് എഞ്ചിനീയർ ആവാൻ പറ്റും എന്നുള്ളത് ഇത് നമുക്ക് സ്കൂളിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഫിസിക്സ് പഠിക്കണം എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് വിടണം എന്ന് ഒരു കാര്യമില്ല, അങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ നമുക്ക് സ്കൂളിൽ തന്നെയാണ് ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അവിടെയാണ് കരിയർ കൗൺസിലിങ്ങിന്റെ റോളും വരുന്നത്. അപ്പൊ എല്ലാ സ്കൂൾസിലും അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ അവരെ ഈവൻ ആക്ച്വലി കരിയർ കൗൺസിലിംഗ് അവരുടെ 7th സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇക്കിഗായി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അവര് അവരുടെ ആ ഒരു പാഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ഒരു മിനിറ്റ് എന്റെ ഇത് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാട്ടോ. ഓവർ ടു യു. അതെ, ഓക്കെ, യെസ്, താങ്ക് യു. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്. ഈ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഓൺലൈൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് അതിന്റെ റൂൾസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ ഗെയിമിനും അതിന്റെ റൂൾസ് ഉണ്ട്. പക്ഷെ ഇവര് ഓൺലൈൻ കയറുന്ന ആദ്യത്തെ ഇവരുടെ ഇമെയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഗെയിം അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആരൊക്കെയാണ് ഇരുന്ന് അവർക്ക് റൂൾസ് കൊടുക്കാറില്ല. പല പേരൻസിന് ഒരു പ്രൈഡാണ്, ഓ എന്നെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ റൂൾസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അത് ചിലപ്പോ ഉണ്ടാവില്ല. പക്ഷെ ആ ഡ്യൂട്ടിയും ആക്ച്വലി സ്കൂളിന് അത് ചെയ്യാം. എന്ന് വെച്ചാൽ സ്കൂളിൽ സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സസോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് വെച്ചിട്ട് എപ്പോഴും നമുക്ക് കുട്ടികളെ ഈ ഒരു കാര്യത്തിനോട് അവെയർ ആക്കി വെക്കാം. എന്ന് വെച്ചാൽ ഇപ്പോ ഈവൻ നമ്മുടെ ആലുവയിലുള്ള സൈബർ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് വരെ ആൾക്കാർ, അവിടുന്ന് SI വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് കുട്ടികൾക്ക് അവരുടെ ലെവലിലുള്ള രീതിയിൽ അവർക്ക് ക്ലാസ്സസ് എടുക്കാറുണ്ട്. ഇത് ആ സ്കൂൾ അത് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേ ബി ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇത് എല്ലാ കൊല്ലവും അവർ വരാൻ റെഡിയാണ്. ഞങ്ങളിപ്പോ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ സെഷൻസ് ചെയ്യിക്കുന്നുണ്ട് സ്കൂളിലും പേരൻസിനും വേണ്ടി. ആൻഡ് ഇതിന്റെ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലാ കുട്ടികൾക്കും അത് കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളണം എന്നില്ല. പക്ഷെ ചില കുട്ടികൾ അപ്പൊ അവെയർ ആവുന്നുണ്ട്. ഓ ഇങ്ങനെ പറ്റിക്കപ്പെടാം നമുക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തുകൂടാ, OTP നമ്പർ ഇങ്ങനെ പാസ്വേഡ് സ്ട്രോങ് ആക്കി വെക്കണം. ഇങ്ങനത്തെ ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് അവർ എടുക്കാൻ തുടങ്ങുന്നത് ഇസ് ഓൺലി വെൻ സ്കൂൾ സ്റ്റാർട്ട് ഗിവിംഗ് ഔട്ട് ദിസ് അവെയർനെസ്. അത് സ്കൂളിൽ തന്നെ എല്ലാവരും ആ സെഷൻ എടുക്കണം എന്നല്ല. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വേർ ഈവൻ ദ ഗവൺമെന്റ് ഓർ പോലീസോ ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് ഒരു സ്കൂൾ എൻവയറമെന്റിൽ. അപ്പൊ അങ്ങനത്തെ ഇതും we can always take advantage of that and create that digital citizenship. Citizenship എന്ന് വെച്ച് കഴിഞ്ഞാൽ you take up that responsibility that ഞാൻ ഓൺലൈൻ എൻ്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി മൊത്തത്തോടെ എൻ്റെ ആണ് എന്നുള്ളത് അത് ആ കുട്ടിക്ക് ആ അവയർനെസ് കൊടുക്കാൻ പറ്റും. പിന്നെ സേഫ്റ്റി, ഇറ്റ്സ് ആക്ച്വലി എ റൈറ്റ് നോട്ട് എ പ്രിവിലേജ്. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും സേഫ് ആയി ഇരിക്കണം എന്നുള്ളത് അത് അവരുടെ റൈറ്റ് ആണ്. അത് ചില കുട്ടികൾക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് അല്ല എന്നുള്ളത്. ഈ കാര്യം നമുക്ക് സ്കൂളിൽ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. സെയിം ഇപ്പൊ നമ്മൾ ഈക്വാലിറ്റിനെ പറ്റി സംസാരിക്കും. അറ്റ് ദ സെയിം ടൈം ക്ലാസ്സിനകത്ത് ബോയ്സ് വേഴ്സസ് ഗേൾസ് നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ ഇസ് ദ ഈക്വാലിറ്റി? നമ്മൾ അങ്ങനത്തെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ വെക്കണോടുത്ത് ഡു വി റിയലി നീഡ് ടു സെപ്പറേറ്റ് ദം ആസ് ബോയ്സ് വേഴ്സസ് ഗേൾസ്? ഇത് സ്കൂൾ ചിന്തിക്കണം. ഈവൻ ഫുട്ബോൾ ആണെങ്കിലും ഗേൾസിന്റെ ടീമുണ്ട്, ബോയ്സിന്റെ ടീമുണ്ട്. അപ്പൊ ഇവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം കളിക്കാൻ വേണ്ടി. ആ ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് തന്നെ സ്കൂൾ സെറ്റിംഗിലെ അത് അവരുടെ മനസ്സിൽ ഇത്രത്തോളം നമ്മൾ അത് ബിൽഡ് ചെയ്ത് വെക്കണം ദാറ്റ് അവർ പുറത്ത് പോയിട്ട് ദേ ഷുഡ് നെവർ ഫീൽ ദാറ്റ് യു നോ ഓ I am in a certain gender, I shouldn't be going into that particular area എന്നുള്ള ആ ഒരു ഇതല്ല ഇവിടെ. ഈക്വാലിറ്റി ഓർ ഇറ്റ്സ് മോർ ലൈക്ക് റെസ്പെക്ടിങ് ദ അതർ പേഴ്സൺ ഈക്വലി എന്നുള്ളതാണ്. ഈക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലൈക്ക് യുനോ എല്ലാവരും ഈക്വൽ രീതിയിൽ, ഇല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് രീതിയിലല്ല ഞാൻ പറയുന്നത്.
ഞാൻ പറയുന്നത് അവര് തമ്മിൽ അത് റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം. ഇപ്പൊ ഗേൾസ് ആണോ ബോയ്സ് ആണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പൊ അത് ഒരു ഈക്വൽ രീതിയിൽ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ അറിയണം എന്നുള്ളത്. അത് നമുക്ക് സ്കൂളിലാണ് ഇതിന്റെ ഒരു അവയർനെസ് കൊടുക്കാനും പറ്റുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും സ്കൂളിൽ CSSRC എന്നോ ഇല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്ലബ്സ് ഇതിന്റെ ഒക്കെ ത്രൂ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് സ്കൂളിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെ ഒരു ഡൊണേഷൻ എന്നോ അല്ലെങ്കിൽ ചാരിറ്റി എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാതെ, ഇഫ് വി ടീച്ച് ദ ചിൽഡ്രൻ ദാറ്റ് യു ആർ ജസ്റ്റ് ഗിവിങ് വാട്ട് യു ഹാവ് എന്നുള്ളത്, എന്ന് വെച്ചാൽ നമ്മൾ റീച്ച് ഔട്ട് ആണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരിക്കലും ഞാൻ പ്രിവിലേജ്ഡ് ആണ് അതുകൊണ്ട് ഞാൻ അത് ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കണമെന്നുള്ള രീതിയിലല്ല. പല സ്കൂൾസും അത് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇതിൽ അവരതിനെ ഒരു ചാരിറ്റി എന്നോ അല്ലെങ്കിൽ ഡൊണേഷൻ എന്നുള്ള ഒരു വാക്ക് വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് അവിടെ മൈൻഡിലും ക്രിയേറ്റ് ആവുന്നത്. അതല്ലാതെ നമ്മൾ അതിനെ ഈക്വാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളില് ബുക്സ് വേറൊരു സ്കൂളിലേക്ക് അവരുടെ ലൈബ്രറിന് വേണ്ടി ബുക്സ് കൊടുക്കാന്നുള്ള ഒരു ഐഡിയ വന്നു. അപ്പൊ അതിനകത്തും ഞങ്ങൾ ചെയ്തത്, നിങ്ങൾ കടയിൽ പോയിട്ട് പുതിയ ബുക്സ് മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കാന്നല്ല, നിങ്ങൾ വായിച്ചിട്ട് അത് നല്ല ടോപ്പ് കണ്ടീഷനിലുള്ള ഒരു ബുക്ക് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, വിച്ച് യു ഫീൽ ഇസ് ദ ബെസ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ ആ ബുക്ക് പല തവണ നിങ്ങൾ വായിച്ചിട്ട് അതിന്ന് നിങ്ങൾക്ക് കുറെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ആ മെമ്മറീസിന്റെ കാരണം നിങ്ങൾ ആ ബുക്കിനെ ചിലപ്പോ എടുത്തു വെച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് അത് തുറന്നു നോക്കാനുള്ള അവസരം ഇല്ല. അപ്പൊ അങ്ങനത്തെ ബുക്സ് അത് എടുത്തിട്ട് ഗിഫ്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അപ്പുറത്തെ ആ മറ്റേ സ്കൂളിലത്തെ ആ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൽ ആരും വലുതും ചെറുതൊന്നും അല്ല, ഇതൊരു ഡൊണേഷനും അല്ല, ഇതൊരു ചാരിറ്റിയും അല്ല, ദിസ് ഇസ് ഷെയറിങ്. അപ്പൊ ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സും നമുക്ക് സ്കൂൾസിൽ തന്നെ കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. ദെൻ ട്രാൻസിഷനിങ് ഫ്രം സ്കൂൾ, ആ ഒരു ഇമോഷണൽ റെഡിനെസ് ക്രിയേറ്റ് ചെയ്യാനും സ്കൂളിന് കഴിവുണ്ട്. ലൈക്ക് ഹാവിങ് കൗൺസിലേഴ്സ് ഓർ ഈവൻ ദ ടീച്ചേഴ്സ്, ആ ഹയർ ഗ്രേഡ് സ്റ്റുഡൻസിന് വേണ്ടി അവര് ഇപ്പോ ഈ സ്കൂള് കഴിഞ്ഞിട്ട് അവർ കോളേജിൽ എൻ്റർ ചെയ്യുമ്പോൾ അതൊരു ടോട്ടൽ ഡിഫറെന്റ് എൻവയറമെന്റ് ആണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എങ്ങനെയാണ് അവരെ ഇമോഷണലി റെഡി ആക്കുന്നത്, ഈ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ ദ കൗൺസിലർ, ബൈ ദ ടീച്ചേഴ്സ്. ആ ഒരു കമ്മ്യൂണിക്കേഷനോടെ അവര് എന്തിനു പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ജസ്റ്റ് സ്റ്റുഡൻസിന് മാത്രമല്ല, ഈവൻ ദ പേരൻസ് ഓൾസോ നീഡ് ദിസ് കൈൻഡ് ഓഫ് എ കൗൺസിലിംഗ് വേർ ദേ ആർ ഇമോഷണലി റെഡി. ആ കുട്ടി സ്കൂളിൽ നിന്ന് മാറി കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് പ്രതീക്ഷിക്കാം, എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം, ഇല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയില്ലേ ഒരു പിക്ചറൈസേഷൻ ഓഫ് വാട്ട് കംസ് അഹെഡ് എന്നുള്ളത്, ഇതും സ്കൂളിൽ ആ ഒരു ട്രാൻസിഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് തിങ്, ഡിസിപ്ലിൻ. ഈ വാക്കിനെ നമ്മൾ കുറെ എന്താ പറയാ വില്ലനൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അത്ര ഒരു മോശപ്പെട്ട കാര്യമല്ല ഡിസിപ്ലിൻ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്കൂൾസിൽ ഇപ്പൊ നമ്മള് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അവര് പറയും മറ്റേ ഹിറ്റ്ലർ ടൈപ്പോ ഇല്ലെങ്കിൽ ടെററിസം ആണെന്നോ അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. ബട്ട് ഡിസിപ്ലിൻ ഇസ് നീഡഡ്. എന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ ഒരു സമയം, കഴിക്കാൻ ഒരു സമയം, ഇല്ലെങ്കിൽ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് ഒരു നോട്ട്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് ടൈമിന് കംപ്ലീറ്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യണം. ഞാൻ അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അത് ഏറ്റു പറയണം ദാറ്റ് ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്, ആൻഡ് ഇമ്മീഡിയറ്റ്ലി അതിന്റെ റീസണും പറഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ഇതിൽ അത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് ആ സ്റ്റുഡന്റിനെ ഫീൽ ചെയ്യിക്കണമെങ്കിലും അത് ആ ക്ലാസ് ടീച്ചറിനും ആ സ്കൂളിനെ പറ്റൂ. അത് വീട്ടിൽ നിന്ന് ഇപ്പൊ പേരൻസ് പറയുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക, ഏത് നേരം അമ്മയും അച്ഛനും പഠിക്കാനും പറയും. അത് മോസ്റ്റ്ലി അമ്മയുടെ തലയിലേക്കാണ് വരാറ്, അമ്മ ഏത് നേരം പഠിന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഒരു ഡിസിപ്ലിൻ ആയിട്ട്, ഒരു ചിട്ടയായിട്ട്, ഒരു റൂട്ടീനായിട്ട് ആ കുട്ടിക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് അത്. എന്ന് വെച്ചാൽ അവരുടെ ഇന്ന് സ്കൂളിൽ അവർ ഫോളോ ചെയ്യുന്ന ഈ റൂട്ടീൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻ ആയിരിക്കും നാളെ അവരുടെ ലൈഫിൽ അവർ ഫോളോ ചെയ്യാൻ പോണത്. പല ഇതിലും നമ്മൾ കാണുന്നുണ്ട് കുറെ വർക്ക് ഉണ്ട്, അതിന്റെ കാരണം ഞാൻ കുളിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുകൊണ്ട് എനിക്ക് കുറെ വർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വേ ഓഫ് ലൈഫിനെയാണ് എഫക്ട് ചെയ്യുന്നത് അവിടെ. അപ്പോൾ ഇത് അഥവാ ചെറുപ്പത്തിലെ ആ സ്കൂളിൽ തന്നെ ആസ് എ പാർട്ട് ഓഫ് ലൈഫ് നമ്മൾ ഒരു ഡിസിപ്ലിൻ ആയിട്ട് അത് ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യും. അഥവാ ചെയ്തില്ലെങ്കിൽ അതിന് റീസണും ഞാൻ പറയും. ഇങ്ങനത്തെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള കഴിവും നമുക്ക് സ്കൂളിൽ ബിൽഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. പിന്നെ ഈവൻ റെസ്പെക്ടിങ് ദ കൺട്രി, റെസ്പെക്ടിങ് പീപ്പിൾ, അത് എല്ലാം നമുക്ക് സ്കൂളിൽ ആക്ച്വലി അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ലൈഫ് സ്കിൽസിൽ ഞാൻ ഇത്ര മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പല വേറെ കാര്യങ്ങളും ഉണ്ട്. ബട്ട് ദെൻ ജസ്റ്റ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഇനി തീർക്കാം എന്നുകൊണ്ട് ഐ നോ ഐ എം ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം. സോ ഇനിയുള്ളത് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ സ്കൂളിൽ മിസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ വി മൈറ്റ് നോട്ട് നോട്ടീസ് ദാറ്റ് പണ്ട് കുറെ ആക്റ്റീവ് ആയിട്ട് നിൽക്കണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നു, പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹോബീസിൽ നിന്ന് മാറി നിൽക്കുന്നു, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇതില് ക്ലാസ്സിൽ കാണുന്നു നമ്മൾ ശാന്തമായിട്ട് ഉണ്ടായിരുന്ന ആ കുട്ടി ഒരു ഗ്രേഡ് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് ഇറിറ്റേറ്റഡ് ആണ്, അഗ്രസീവ് ആണ് എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സാം വരാനായിട്ട് മുന്നേ ഭയങ്കര ടെൻഷനും ആങ്സൈറ്റി ഇങ്ങനത്തെ ആൻഡ് അവരുടെ സ്ലീപ്പോ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ചസ്, ഇതൊക്കെ നമുക്ക് സ്കൂളിൽ ആക്ച്വലി കാണാൻ പറ്റും. ആ ക്ലാസ് ടീച്ചറിന് ഇതൊക്കെ കാണാൻ പറ്റും. അതിന് ഇപ്പൊ ക്ലാസ് സ്ട്രെങ്ത് വലുതോ ചെറുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു who have actually reached out to me in a class of 68 students when they noticed that there was some change and I needed help. അപ്പൊ അങ്ങനെ നോക്കാൻ കഴിവുള്ള ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെ അത് ബിൽഡ് ചെയ്തെടുക്കുക. ആസ് എ ടീച്ചർ, ആസ് എ സ്കൂൾ, we make it a point that we check the mental health of our students എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അനക്ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഓരോ സ്റ്റുഡൻറ്റിനെ പറ്റി അവരുടെ ഓരോ കൊല്ലത്തില് അനക്ഡോട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതെന്ന് വെച്ചാൽ അനക്ഡോട്ട് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആ ക്ലാസ് ടീച്ചർ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സപ്പോസ് ഒരു കുട്ടീനെ പറ്റി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫയലിനകത്തോ ഇല്ലെങ്കിൽ ഒരു ബുക്കിനകത്തോ അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഗ്രേഡിൽ ഈ കുട്ടി പോകുമ്പോൾ ഈ സംഭവം ആ അടുത്ത ക്ലാസ് ടീച്ചറിന് അത് കൈമാറാം. ഇത് പലപ്പോഴും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അനക്ഡോട്ട് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇസ് വെരി യൂസ്ഫുൾ. ആൻഡ് വൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ ഓഫൻ ഓവർലുക്കിംഗ് ദീസ് സയൻസസ് ബിക്കോസ് നമ്മൾ പലപ്പോഴും സ്ട്രെസ്സിനെ നോർമലൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇതില് കുട്ടിക്ക് എങ്ങനെയാ സ്ട്രെസ് വരുന്നേ എന്നുള്ളത്, കുട്ടികൾക്ക് സ്ട്രെസ് വരുന്നൂടല്ലോ, അല്ലെങ്കിൽ അവര് വെറുതെ ഇങ്ങനെ ഇത് പേടിച്ചിട്ട് എന്തെങ്കിലും പറയായിരിക്കും, അതൊക്കെ ശരിയായിക്കോളും, അങ്ങനത്തെ ആ ഒരു ഇതിൽ നോർമലൈസ് ചെയ്യുന്നുണ്ട്. പല ഇതിലും ഒരു കൗൺസിലറുടെ അടുത്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് എന്തോ ഒരു അയ്യോ ആൾക്കാർ അറിഞ്ഞ എന്ത് പറയും, ഇല്ലെങ്കിൽ ഈവൻ ആ കുട്ടീനോട് സ്കൂളിനകത്തും പറയും ഇതൊന്നും കൗൺസിലറിനെ കാണേണ്ട ആവശ്യമില്ല, ഇത് ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ എന്നുള്ളത്, യോർ ഓക്കെ എന്ന് മറ്റൊരാള് ആ കുട്ടീനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ്. അപ്പോ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു എ കൗൺസിലർ ഓർ ഇൻസ്റ്റെഡ് ഓഫ് സീക്കിംഗ് ഹെൽപ്പ് നമ്മൾ അവരെ അവിടെ പഠിപ്പിക്കുന്നത് ഇതിന്റെ ഒന്നും ഹെൽപ്പ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാം, ഇറ്റ്സ് ഓക്കെ എന്നുള്ളത്. പ്രോബബ്ലി അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അവർ മറ്റൊരാളുടെ അടുത്ത് അത് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റോ ഇല്ലെങ്കിൽ ക്ലാരിറ്റി, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. അതുകൊണ്ട് ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ ഓൾ ദ സയൻസ് ഗെറ്റ് ഓവർലുക്ക്ഡ്. ആൻഡ് മെനി ടൈംസ് പലർക്കും അറിയില്ല. ഇപ്പോ ക്ലാസ്സിൽ ഒരു കുട്ടി ഏതു നേരം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നു, മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി സംസാരിക്കുന്നു. അപ്പൊ ടീച്ചർ ഉടനെ ചിലപ്പോൾ വിചാരിക്കായിരിക്കും ഈ കുട്ടിക്ക് ഒന്ന് ചിലപ്പോൾ പറയും അതിന് ഒരു ഇത് എന്താ പറയാ, ഇപ്പൊ ഒരു കോമൺ ഇതായിട്ട് പറയും ADHD ആണ്. അത് വളരെ ഒരു ഇത് ലേമാൻ ടേം പോലെ അതിനെ യൂസ് ചെയ്തിട്ട് കുട്ടി അഥവാ സീറ്റിൽ ഇരിക്കുന്നില്ലെങ്കിൽ ADHD ആണ്, കുട്ടി ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ADHD ആണ്, അത് പറഞ്ഞ് അത് തള്ളിക്കളയാണ്. അത് അവരുടെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സ്കൂൾസ് ആക്ച്വലി ടീച്ചേഴ്സിനും ഇങ്ങനത്തെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കോഴ്സസ് കൊടുക്കണം, വേർ ദേ ആർ മെയ്ഡ് അവെയർ വാട്ട് ഓൾ സൈൻസ് ആൻഡ് സിംറ്റംസ് ആർ ദെയർ, എന്തൊക്കെയായിരിക്കും അതിന്റെ ഓരോ ഇതിന്റെ സയൻസ് എന്താണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യണേ, ആരോടാണ് ഹെൽപ്പ് ചോദിക്കേണ്ടതെന്നുള്ളത്, ഇതൊക്കെ നമുക്ക് ആക്ച്വലി ആസ് എ സ്കൂൾ യു ക്യാൻ മേക്ക് യുവർ ടീച്ചേഴ്സ് അവെയർ അബൌട്ട് ഇറ്റ്. ആൻഡ് പലപ്പോഴും നമ്മൾ ഓവർ എംഫസിസ് ഇസ് ഓൺ ദ അക്കാഡമിക് സക്സസ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ദാറ്റ്സ് ഓക്കെ എന്നുള്ളത്. ഇപ്പൊ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും നല്ലതാണെങ്കിൽ
അതും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഒരു അക്കാഡമിക് സക്സസ് വിളിച്ചു പറയുന്ന പോലെ തന്നെ ആ കുട്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലും അതേപോലെ അതേ സെയിം ഇതിൽ തന്നെ നമ്മൾ അതും കൂടി വിളിച്ചു പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം ഇൻ എ സ്കൂൾ എൻവയറമെന്റ് ഇറ്റ് സെൽഫ്. എന്നുകൊണ്ട് എല്ലാ കുട്ടികളുടെയും മെമ്മറീസ് ബെസ്റ്റ് ആൻഡ് വേർസ്റ്റ് പലപ്പോഴും ആ സ്കൂളിന്റെ എൻവയറമെന്റിലുള്ള തന്നെയാണ്. ഇന്നും ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ഡോക്ടേഴ്സിനെ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 ടീച്ചേഴ്സിനെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും, എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും. അവർ പഠിപ്പിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ ഹൗ ഡിഡ് ദേ മേക്ക് യു ഫീൽ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബിക്കോസ് ടീച്ചേഴ്സ് ആർ ആക്ച്വലി സോൾ ഡോക്ടേഴ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ദേ ടച്ച് യുവർ സോൾ, ദേ ടച്ച് യുവർ ഇന്നർ കോർ. നമ്മുടെ പല ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും ഒരു ടീച്ചറിന് വലിയൊരു പങ്കുണ്ട് അതില്. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് എ സ്കൂൾ എൻവയറമെന്റ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോ നമ്മൾ എപ്പോഴും കുട്ടികളെ ഈ കോമ്പറ്റീഷന് മാത്രം റെഡിയാക്കാതെ അവരുടെ കോമ്പിറ്റൻസ് ആണ് ബിൽഡ് ചെയ്യാൻ നോക്കണ്ടേ. എന്ന് വെച്ചാൽ അവരുടെ സ്കിൽസ് ബിൽഡ് ചെയ്യാനാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അവര് ഒരിക്കലും നമ്മൾ പറയില്ല, ഈ റേസിന് വേണ്ടി അല്ല അവര് ജനിച്ചിട്ടുള്ളത്. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി, ടു ലിവ് ദ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്, അതിനുവേണ്ടി ഈച്ച് വൺ ഓഫ് അസ് ഹാസ് ടേക്കൻ ബർത്ത് ഫോർ ദാറ്റ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ റീച്ച് ഔട്ട് ടു ചിൽഡ്രൻ മച്ച് ബെറ്റർ ഇൻ സ്കൂൾ എൻവയറമെന്റ്സ്. ആൻഡ് ദ നീഡ് ഫോർ എ ഗ്രേറ്റർ വിജിലൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഒബ്വിയസ്. പല ഇപ്പോ വന്നിട്ടുള്ള കേസസോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ്, ഓരോ നെഗറ്റീവ് ന്യൂസ് കാണുമ്പോഴൊക്കെ ആ ഒരു തോട്ട് പോവാറുണ്ട്, ഐ വിഷ് ദർ വാസ് സംബഡി ഹു ഹാഡ് ഹെൽപ് ദിസ് പേഴ്സൺ എന്നുള്ള. അപ്പോ ആ ഒരു ഇതിൽ വി നീഡ് ടു ഹാവ് എ പ്രൊആക്റ്റീവ് ഒബ്സർവേഷൻ. വി ഹാവ് ടു ഹാവ് ദാറ്റ് ഒരു ഓപ്പൺ സേഫ് സ്പേസ് എപ്പോഴും ഉണ്ടാവണം കുട്ടികൾക്ക്, അവർക്ക് തോന്നുന്നത് ആ സംസാരിക്കാൻ വേണ്ടി. ഈവൻ ഇഫ് ഒരു അഡോളസെന്റ് കുട്ടി വന്നിട്ട്, ഒരു ഈവൻ 5th ഗ്രേഡർ 6th ഗ്രേഡർ വന്നിട്ട് എനിക്ക് എൻ്റെ ഒരു ക്ലാസ്മേറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു സീനിയറിനോട് ക്രഷ് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടീനെ അവിടെ ഡോണ്ട് മേക്ക് ദാറ്റ് ചൈൽഡ് ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ദേ ആർ സെയിങ്. അവര് ആ പറയുന്നത് അവർക്ക് അവരുടെ ആ ഒരു ഇന്നോസെൻസിൽ തന്നെയാണ്, അവര് സേഫ് ആ ഫീൽ ചെയ്യണോണ്ടാണ് നമ്മളോട് അത് പറയുന്നത്. അപ്പൊ ആ ടൈമില് ഇപ്പൊ ഒരു ക്രഷ് ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കറക്റ്റ് രീതിയിൽ വ്യാഖ്യാനിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു തെറ്റും വരാൻ പോണില്ല. ഇഫ് വി ടെൽ ദം ദാറ്റ് ഓക്കെ യു ഹാവ് എ ക്രഷ്, ദാറ്റ് മീൻസ് നമുക്ക് മറ്റൊരാളെ കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അത്. അതിനുവേണ്ടി നമ്മൾ അതേ സമയം തന്നെ ആ കുട്ടീനോട് പറയാണ്, നല്ല കാര്യമാണ് സംസാരിച്ചോ, പക്ഷെ ഇങ്ങനെ കോർണറിൽ പോയി നിന്നിട്ടോ ഇല്ലെങ്കിൽ ആരും കാണാതെ ഇങ്ങനെ ഇത് ഒളിച്ചും പതുങ്ങി ചെയ്യണ്ട. എന്നുകൊണ്ട് നമ്മൾ ആ റിലേഷനെ റെസ്പെക്ട് ചെയ്യണം, ആ ആളെ റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് സംസാരിച്ചോ, പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെ കൂടെ ഇരുന്ന് തന്നെ. അപ്പൊ നമ്മൾ തന്നെ അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കുട്ടിക്കും ഒരു തെറ്റ് ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അങ്ങനത്തെ ഒരു ഫീലിങ്ങോ ഇല്ലെങ്കിൽ അവരെ തന്നെ ഞാനത് അങ്ങനെ ചിന്തിക്കുന്നത് മോശമാണെന്നോ അങ്ങനെ ഒന്നും അവർ ആ ഒരു രീതിയിലേക്ക് പോവില്ല. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് വെരി നാച്ചുറൽ പ്രോസസ്. അപ്പോൾ ആസ് ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ വി ഹാവ് ടു ഫെസിലിറ്റേറ്റ് അവരുടെ ആ ഒരു നർച്ചറിങ് ആണ്, അവരുടെ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണേ അവിടെ. ആൻഡ് വി ഹാവ് ടു ഹാവ് എ കൊളാബറേറ്റീവ് സപ്പോർട്ട്. എല്ലാവരും ഒന്നിച്ച് നിന്നാലേ ഇതെല്ലാം നടക്കാൻ പോകുന്നുള്ളൂ. സോ ഐ വിൽ എൻഡ് ദിസ് വിത്ത് അനദർ കോട്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. എന്ന് വെച്ചാൽ ഇതില് ദർ ആർ മെനി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പേരൻസ്, പിന്നെ നെയ്ബേഴ്സ്, കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതില് ഐ ഫീൽ ദാറ്റ് സ്കൂൾ പ്ലേസ് എ വെരി 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 important role in nurturing a child, and I think we can do a lot to help them have a enriching life. So with that I will end this session. Thank you so much. എനിക്കറിയാം ഞാൻ പലതും മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടി കൊളോ ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണമെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്, പ്ലീസ് ആസ്ക്. ചാറ്റ് ബോക്സിൽ ഇതുവരെ മനസ്സിലാവാത്തൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ that gives the clarity that your Malayalam was crystal clear. Okay, thank you. കിട്ടി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. കാരണം നമ്മള് ഇങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഈ കേട്ടിരുന്ന ഓരോരുത്തരും ചിന്തിക്കും. കാരണം സ്കൂളിൽ നിന്ന് ഇപ്പോ സിന്ധു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള
നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സിന്റെ മുഖം എല്ലാവർക്കും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഗുരുത്വം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെന്റ് ആണ് നമ്മളാക്കുന്നത്. അവരോട് നമ്മൾ നന്ദിയുള്ളവരായി നമ്മുടെ എന്താണോ എനിക്ക് പ്രശ്നം, ഇപ്പൊ സിന്ധു ആദ്യത്തെ കോട്ടിൽ പറഞ്ഞിട്ടില്ല, വാട്ട് ഈസ് മൈ പ്രോബ്ലം ആൻഡ് ഹൗ ഐ റെസ്പോണ്ട് ടു ദാറ്റ് പ്രോബ്ലം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാണ്. എല്ലാവർക്കും ക്ലാരിറ്റിയോട് കൂടി ഈ ഒരു ഇൻസൈറ്റ് വാട്ട് സ്കൂൾസ് ക്യാൻ ഡു ഇൻ മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അവയർനെസ് അതിന്റെ ശരിയായ അളവില് ശരിയായ ഇന്റൻസിറ്റിയിൽ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സിന്ധു. Thank you so much. അപ്പോ ഈ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവരുത്. ഇപ്പൊ സിന്ധു നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യെസ്, റിമെമ്പർ ദ ഫേസ് ആൻഡ് മാനറിസം ഓഫ് ടീച്ചേഴ്സ്. അല്ല, സ്പിരിച്വാലിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ആണെങ്കിലും അല്ലെ നമ്മുടെയൊക്കെ ലൈഫിൽ വരുന്ന നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അതായത് ദൈവം നമ്മൾക്ക് തരുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ മക്കളെ, നിങ്ങൾ പഠിക്കാൻ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറയുന്ന ഒരു കാര്യം, ദൈവമേ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആരോ ഇരുന്ന് നോക്കുന്നുണ്ടല്ലോ എന്ന കുഞ്ഞു മനസ്സിലേക്ക് ഇത് കിട്ടുമ്പോ വി മേക്ക് ഷുവർ ദാറ്റ് വി യൂട്ടിലൈസ് അവർ ടൈം എന്നുള്ളത്. അതെ, നമ്മുടെ വീട് കഴിഞ്ഞാലേ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ സ്കൂളിലാണ് കുട്ടികൾ ചെലവഴിക്കുക. അതാണ് സെക്കൻഡ് ഹോം എന്ന് സാധാരണ പറയാം. അതെ. അപ്പം ടെർമിനോളജി ടീച്ചേഴ്സ് ആർ സോൾ ഡോക്ടർ. ഞാൻ ഇന്ററപ്റ്റ് ചെയ്ത് പോയിട്ടോ ആലിസ്മാൻ. ഓക്കെ, നോ പ്രോബ്ലം. ശരിക്കും കൊണ്ടുട്ടോ. അതെ, അല്ല അത് പറഞ്ഞ എത്ര ശരിയാണ്. നമ്മളെ കണ്ട ഡോക്ടർമാരെ അല്ലല്ലോ നമ്മള് 1ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറിനെ പോലും നമ്മൾ ഓർത്തിരിക്കും ഇപ്പോഴും, അല്ലേ? അവരുടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ചിലപ്പോ നെഗറ്റീവ് പോസിറ്റീവ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഒരു ഫേസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എത്ര പ്രായമായി കഴിഞ്ഞാലും അത് മറക്കൂല. അപ്പൊ അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ്. ഇപ്പം ആസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നുകൊണ്ട് എനിക്കറിയാം, നമുക്കൊരു വർഷം ഒരു 35 അല്ലെങ്കിൽ 32 കുട്ടികളെ ഒരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ സ്റ്റാഫ് റൂമിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ കുട്ടികളെന്നേ പറയുള്ളൂ, എന്റെ കുട്ടികൾ. അപ്പൊ എന്തെങ്കിലും മറ്റേ കുട്ടി എന്തെങ്കിലും ചെയ്താലും നമ്മൾ പറയുന്നത് നിന്റെ കുട്ടി ഇങ്ങനെ ചെയ്തു എന്നാ പറയണേ ടീച്ചറിനോട്, അല്ലാതെ വേറെ ഒരു രീതിയിലല്ല പറയാ. അപ്പൊ ആ 32 കുട്ടികളെ 35 കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാല് ആ ഒരു വർഷം കൊണ്ട് അവരുടെ ഫാമിലി അവരുടെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ പഠിക്കുകയാണ്. അപ്പം അതെല്ലാം ഒരു ഭയങ്കര ഒരു ടീച്ചേഴ്സ്, ഞാൻ എപ്പോഴും പറയും, ഈ കുട്ടികളെ ചീത്തയാക്കുന്ന, കുട്ടികളെല്ലാം ജനിക്കുമ്പോൾ നല്ലവര് തന്നെയാണ്, അവരെ ചീത്തയാക്കുന്നത് മെയിൻലി ബൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ദ സ്മോളർ ക്ലാസ്സസ്. അവർ ആ സമയത്തുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അവരെ നെഗറ്റീവ് ആക്കും, പോസിറ്റീവ് ആക്കുകയും ചെയ്യും. അപ്പം സിന്ധു പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. ഈ പറഞ്ഞ പോലെ സ്കൂൾസ് എല്ലാം ഇതുപോലെ ആണെങ്കിൽ, ഈ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി തീരുകയാണെങ്കിൽ കുട്ടികളുടെ ഭാവി നമ്പർ ചോദിച്ചിട്ടുണ്ടേ. അതെ, ഞാൻ ഇട്ടു, ഇപ്പൊ തന്നെ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് പ്രൈവറ്റ് മെസ്സേജ് ആയിട്ടാണോ പോയത് അതോ ഗ്രൂപ്പിലാണോന്ന് അറിയില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. വന്നല്ലോ. ഓക്കെ, അതെ. ഹലോ, താങ്ക് യു വെരി സിന്ധു. ഹലോ. ഹലോ. ഹലോ, ഞാന് പ്രേമ മാഡമാണ് ഇഗ്നോയിലുണ്ടായിരുന്ന. പ്രേമ മാം. അതെ 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 അതെ, ഇപ്പൊ കണ്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നിയതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം, ഗ്രേറ്റ് തിങ്കേഴ്സിൽ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ. സൈക്കോളജി. അതെ 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 അതെ. ഞാനൊന്ന് വീഡിയോ ജസ്റ്റ് ഓൺ ചെയ്യാൻ, ഞാൻ ഒരു കഴിഞ്ഞിപ്പോ എവിടെ ഒരു സ്ഥലത്ത് പോയി വന്നേ ഉള്ളൂ. ഉടനെ ഒന്ന് എന്തായാലും വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത്, അതെ, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ലോവർ ക്ലാസ്സിലെ ആ കുട്ടി ഒരു കുട്ടി ഒരു ടീച്ചറിനെ ഇഷ്ടപ്പെട്ട് തന്നെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, കോളേജിലേക്കൊക്കെ വരുമ്പോഴും ആ ഒരു ഇന്റിമസി കീപ്പ് ചെയ്യും. അപ്പൊ എന്റെയൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാലോ, എന്റെയൊക്കെ ഏറ്റവും വലിയൊരു എന്താണ് ഒരു വെൽത്ത് എന്ന് പറയുന്നത് എന്റെ സ്റ്റുഡൻസ് ആണ്. കാരണം ശരിക്കും അതെ, ഒരു 100 രൂപയുടെ അല്ലെ 1000 രൂപയുടെ ഇൻക്രിമെന്റ് തന്നാൽ പോലും
ഒരു കുട്ടി പറയുമ്പം മിസ് കാരണമാണ് ഞാനിത് ഇങ്ങനെ ഇത്ര എത്തിയതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ. അതിന് ഒരു പ്രൊമോഷൻ തന്നാൽ പോലും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് പക്ഷെ ഇതിപ്പം എല്ലാ സ്കൂളിലും അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കോളേജിൽ വരുമ്പോൾ ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് കേൾക്കുന്നത് ടീച്ചേഴ്സ് ഒരു സൈഡിലും സ്റ്റുഡൻസ് മറ്റൊരു സൈഡിലും പരസ്പരം ബ്ലെയിം ചെയ്യുക. അത് സത്യമായിരിക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്നും ഇപ്പം നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമില്ല. എങ്കിലും അതൊരു വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോ അത്രയ്ക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിൽ ഞാൻ നാളെ പറഞ്ഞു, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു പ്രായമായ ഒരു ടീച്ചറാണ്. ആ ടീച്ചർ ഒരു ആൺകുട്ടീനെ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു ആൺകുട്ടീനെ വെറുതെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് തട്ടി എന്ന് പറഞ്ഞു. എന്താടാ അങ്ങനെ? കുട്ടി തിരിഞ്ഞെന്ന് ചോദിച്ചതാണ്, ടീച്ചർ അത് ആരാ എന്റെ ദേഹത്തോടാന്ന് ചോദിച്ചു. ക്യാൻ ബി ഇമാജിൻ? അങ്ങനെ ഒരു കുട്ടി വളർന്നു വരുന്നുണ്ടെന്ന് എന്നോട് തന്നെ ഒരു ടീച്ചർ പറഞ്ഞത്. അത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പക്ഷെ നോക്കാം, നമുക്ക് സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങണം. എല്ലാം പറഞ്ഞ പോലെ, അരിസ് പറഞ്ഞ പോലെ വീടും ആദ്യത്തെ ക്ലാസ്സുകളും അതിൽ നിന്ന് തന്നെ വേണം. അത് തന്നെയാണ് അടിത്തറ. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, മുകളിലേക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ സിന്ധു, വളരെ നന്ദി. സിന്ധു എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ചാർട്ടർ സ്കൂളിലാണ് വർക്ക് ചെയ്യണത്, ഇവിടെ പൂക്കാട്ടുപടി. അതെ. പിന്നെ മാം പറഞ്ഞൊരു കാര്യത്തില് വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാ ഞാനിപ്പോ ഈ സ്കൂളിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഇതിനകത്ത് തന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, പലപ്പോഴും രണ്ടു കൂട്ടർക്കും എന്ന് വെച്ചാൽ ടീച്ചേഴ്സിനും പേടിയാണ് ആ ക്ലാസ്സിന് എന്നെ ഇഷ്ടപ്പെടുമെന്ന്, കുട്ടികൾക്കും പേടിയാണ് ടീച്ചറിന് എന്നെ ഇഷ്ടപ്പെടുമെന്ന്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഇത് മൊത്തം കാണിച്ചു കൂട്ടുന്നത്. അപ്പോ എന്റെ ഇതിൽ എപ്പോഴും ഞാൻ ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് എന്തൊക്കെയാ ഇപ്പൊ സംസാരിക്കാനുള്ള വെച്ചാൽ അതിപ്പോ എന്നോട് സംസാരിക്കുന്ന സമയത്ത് I am not the best judge of what is right and what is wrong. പക്ഷെ I am here to listen to you. Whatever you want to say, this is a safe space. അപ്പൊ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആ ടീച്ചർ ആ കുട്ടിയുടെ കൂടെ വെക്കുകയാണെങ്കിൽ അത് ഈവൻ ആ ടീച്ചറുടെ ആ ഒരു മനസ്സമാധാനത്തിന് നല്ലതാണ്. വളരെ നല്ലതാണ്. ഐ കാണ്ട് ഈവൻ ഇമാജിൻ. ഇപ്പൊ ചില ടീച്ചേഴ്സ് പറയുന്നത് എങ്ങനെ ക്ലാസ്സിൽ പോയി ഒന്ന് വൈകുന്നേരം ആക്കിയാൽ മതി എന്നാണ്. എനിക്കൊക്കെ വൈകുന്നേരം ആവുമ്പോ സങ്കടമാണ്. കാരണം ആ ഒരു കാലത്ത് അയ്യോല്ല, ഇപ്പം നമ്മൾ പ്രാക്ടിക്കലൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സമയം പോണത് ഇവിടെ അറിയില്ല. 4 മണി 5 മണി വരെയൊക്കെ ഞങ്ങളും ഇരിക്കും, കുട്ടികളും ഇരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് എങ്ങനെയെങ്കിലും 4 മണിക്ക് ബെല്ലടിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ടീച്ചേഴ്സ് പോകണമെങ്കിൽ അത് എന്തൊരു റിലേഷൻഷിപ്പാണ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ചിലപ്പോ അതായത് പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഇതിപ്പോ സിന്ധു ഒക്കെ വേറെ പ്രൊഫഷനിലേക്ക് പോയി തിരിഞ്ഞു വന്ന് ചൂസ് ചെയ്തിട്ടാണ്, അതെ അല്ലെ, നമ്മുടെ ഇക്കിഗായി കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ചിലപ്പോ അതിന്റെ ഒരു എന്താ പറയുക, കരിയർ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കുമോ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കണേ ടു സം എക്സ്റ്റെന്റ്. അത് പിന്നെ ഇത് കരിയർ ചിലപ്പം കരിയർ ഇഷ്ടപ്പെട്ട് വന്നാലും ഇവിടെ വരുമ്പോഴുള്ള അനുഭവങ്ങളും ഒരു പ്രശ്നമായിരിക്കാം. വന്നു കഴിയുമ്പോഴുള്ള അനുഭവങ്ങളൊരു അപ്പൊ വളരെ താല്പര്യത്തോടു കൂടി വരുന്ന ഒരു ടീച്ചറിനും ഇവിടെ വരുമ്പോഴുള്ള അനുഭവം നേരെ തിരിച്ചാണെങ്കിൽ അതും എഫക്ട് ചെയ്തേക്കാം എനിക്ക് തോന്നുന്നു. അതെ അതെ. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സിന്ധു. കാണാൻ സിന്ധു ഏത് ബാച്ച് ആയിരുന്നു? എവിടെ? നിങ്ങളെ ജസ്റ്റ് 2018 ബാച്ച്. അപ്പൊ 18 ബാച്ച്. 18. എനിക്ക് എല്ലാരെയും ബാച്ചുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ബാച്ച് ഓർക്കുന്നത്. അന്നൊക്കെ പിന്നെ കുറച്ചും കൂടി ഓഫ്ലൈൻ ക്ലാസ്സുകളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാരെയും അറിയാം. ഇപ്പോഴത്തെ കുട്ടികളെ എല്ലാവർക്കും എന്നെ അറിയാം, പക്ഷെ അങ്ങോട്ട് അറിയില്ല. അങ്ങനെയാണ് ഇപ്പൊ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എക്സലന്റ് സെഷൻ എന്ന് മാത്രമേ ചാറ്റിൽ പറയാനുള്ളൂ. ആർക്ക് ഡൗട്ട്സ് ഇല്ലേ? എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എന്റെ കുട്ടികളോട് എപ്പോഴും പറയും, 2 ഡൗട്ട്സ് ചോദിക്കാതെ ഞാൻ ആ സെഷൻ തീർക്കില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബോധ്യമുണ്ട്, ആരൊക്കെയോ കേട്ടു, എന്തൊക്കെയോ മനസ്സിലായി, എന്നാ അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ എനിക്കൊരു തൃപ്തിയാണ്. ഓക്കെ,
ഞാൻ പറഞ്ഞതൊക്കെ എവിടേക്കോ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. Okay, then we can take that policy. രണ്ടുപേർക്ക് അതെ ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്. യെസ്, ഫസീല അതെ. ഓപ്പൺ ചെയ്തിരുന്നു, അൺമ്യൂട്ട് ചെയ്തിരുന്നു. നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയിപ്പോ അതൊരു ഇന്റർഫിയറൻസ്